ജെറീസ് മീഡിയയിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞാൻ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന് ഇപ്പോൾ കുറേ വർഷമായി. ഞാൻ ആ വിശ്വാസത്തിലേക്ക് വരാൻ ആയത് എൻ്റെ ഈ അച്ചാച്ചനാണ്. എൻ്റെ നേരെ മൂത്ത സഹോദരനാണ്. എന്നെ ആദ്യകാലം മുതലേ ബൈബിളിൻ്റെ പല കാര്യങ്ങളും എന്നെ പഠിപ്പിക്കുകയും ഈ വചനത്തിലേക്ക് എനിക്ക് വെളിച്ചം പകർന്നു തരികയും അതിൻ്റെ യഥാർത്ഥമായ സത്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നതും എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ എനിക്കത് മനസ്സിലാക്കി തന്ന് എന്നെ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് ഇറക്കിയത് എൻ്റെ അച്ചാച്ചനാണ്. ഇന്ന് യാദൃശ്ചികമായിട്ട് അച്ചാച്ചനെ എൻ്റെ കൈ കിട്ടിയിരിക്കുക. അപ്പോൾ എൻ്റെ മനസ്സിൽ കുറേ നാളുകളായിട്ട് കിടക്കുന്ന കുറേ സംശയങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് അതെല്ലാം അച്ചാച്ചനോട് അത് ചോദിച്ച് അതൊന്ന് ക്ലിയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുക. അപ്പോൾ അച്ചാച്ചന് എൻ്റെ സംശയങ്ങൾക്കെല്ലാം ഒരു ക്ലാരിഫിക്കേഷൻ തരണം. സംശയങ്ങൾക്കെല്ലാം പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇല്ല. നീ ചോദിക്കേ, എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പറയാം. ഇന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ഇപ്പം നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ചിലപ്പം നമ്മുടെ വിശ്വാസികളുടെ ഇടയിൽ തന്നെ ഞാനിപ്പോൾ കണ്ടുവരുന്നൊരു കാര്യങ്ങൾ, മാറാരോഗമായ ക്യാൻസർ അല്ലെങ്കിൽ കിഡ്നി രോഗം വന്ന് നമ്മൾ വിശ്വാസികൾ എന്താ പറയുന്നത് മധ്യവയസ്കിൽ മരിച്ചു പോകുന്നു, ചെറിയ പ്രായത്തിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു, അല്ലെങ്കിൽ റോഡ് അപകടം മൂലം വാഹനാപകടത്തിൽപ്പെട്ട് മരിച്ചു പോകുന്നു, അതുപോലെ തന്നെ എന്താ പറയുന്നത് കിടപ്പിലായി പോകുന്നു. അങ്ങനെ ഒരവസ്ഥ നമുക്ക് വരുമ്പം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ സഹോദരങ്ങൾ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, അവൾക്കത് സംഭവിച്ച് അവരിപ്പം പിന്മാറ്റത്തിലാണ്, ആയതുകൊണ്ടാണ് അവർക്കിങ്ങനെ ഈ അപകടമരണം റോഡ് അപകടം ഉണ്ടായത്, അല്ലെങ്കിൽ ഈ ക്യാൻസർ അവർക്കിപ്പം വന്നത്, അല്ലെങ്കിൽ ഒരിക്കലും ഒരു ദൈവ പൈതലായിരുന്നെങ്കിൽ അവർക്കിത് വരത്തില്ലായിരുന്നു എന്ന് പറയുന്നതിനോട് എത്രമാത്രം വാസ്തവമുണ്ട്? അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിശ്വാസികൾ എന്ന് പറയുന്നവർ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ വായന വളരെ കുറവാണ്. ദൈവവചന പഠനം അവരുടെ ജീവിതത്തിലില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതര വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഇവർ തന്നെ മുമ്പ് നിന്നിരുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് അവർ ദൈവത്തെ എങ്ങനെയാണോ കണ്ടിരുന്നത്, അല്ലെങ്കിൽ എന്താണോ ദൈവത്തിൽ നിന്ന് അവർ ആഗ്രഹിച്ചിരുന്നതും പ്രതീക്ഷിച്ചിരുന്നതും അതേ കാര്യങ്ങൾ തന്നെയാണ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞും അവർ തുടരുന്നത്. ഉദാഹരണത്തിന് ഇത് ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ മാത്രം സ്ഥിതിയല്ല. ഏത് ജാതി മതത്തെ എടുത്താലും അവരുടെയൊക്കെ പ്രശ്നം ഇതാ, അവർക്കൊക്കെ ഒരു അപകടമുണ്ടായാൽ അതൊന്നുകിൽ ആരുടെയെങ്കിലും ചെയ്ത്തുദോഷമാകാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇവരുടെ പിതാക്കന്മാരുടെ എന്തെങ്കിലും അല്ലെങ്കിൽ ഇവരുടെ കർമ്മഫലമാണ് എന്നൊക്കെ പറഞ്ഞൊരു വ്യാഖ്യാനമുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ലോകജാതികളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന ചിന്തകളാണ്. ദൈവവചനം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ലോകത്തിൻ്റെ ജ്ഞാനത്തെ ഭോഷത്വമാക്കുകയാണ് കർത്താവായ യേശുക്രിസ്തു ചെയ്തത്. ഞാനൊരു ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എത്രാമത്തെ വയസ്സിലാണ് മരിച്ചത്? 33. അപ്പോൾ ചെറിയ പ്രായത്തിലാണേ പോയത്. വേദപുസ്തകത്തിൽ അപ്പോസ്തലന്മാർ പലരും പോയത് ചെറിയ പ്രായത്തിൽ തന്നെയാണ്. അപ്പോൾ ചെറിയ പ്രായത്തിൽ മരിക്കുക എന്ന് പറയുന്നത് തെറ്റാണെങ്കിൽ വളരെ നീണ്ട പ്രായത്തിന് ശേഷം ഇവർ മരിച്ചാൽ മതിയായിരുന്നല്ലോ. ഒന്ന്. രണ്ടാമത് ഈ പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു ഭാഗമുണ്ട്, 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമുണ്ട്, ഞങ്ങൾ ഈ ശരീരത്തിലിരിക്കും കാലത്തോളം യേശുക്രിസ്തുവിനോടകന്ന് പരദേശികളായിട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ പൗലോസിൻ്റെ ഭാഷ്യമനുസരിച്ച് ഈ ശരീരത്തിൽ കൂടുതൽ കാലം ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ ക്രിസ്തുവിനോടകന്ന് പരദേശിയായിട്ടിരിക്കുക. അപ്പം ക്രിസ്തുവിനോടകന്ന് പരദേശിയായിട്ടിരിക്കുന്നതാണോ അനുഗ്രഹം, അതാണോ ഭാഗ്യം എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടും. ഇപ്പോൾ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ വേണമെങ്കിൽ ബാക്കിയെടുത്ത് പറയാം. അവിടെ പറയുന്നുണ്ട്, ദൈവത്തെ ദൈവമെന്നോർത്ത് അറിഞ്ഞിട്ടും ദൈവമെന്നോർത്ത് നന്ദി കാണിക്കുകയോ മഹത്വം കൊടുക്കുകയോ ചെയ്യാത്തൊരു തലമുറ, അവരുടെ നേരെ ദൈവത്തിൻ്റെ ക്രോധം ഉദിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ആ ക്രോധത്തെക്കുറിച്ച് താഴോട്ട് വിവരിക്കുമ്പം റോമർക്ക് എഴുതിയ ലേഖനം, ഞാൻ എൻ്റെ മൊബൈലിനകത്ത് നോക്കി എൻ്റെ വാക്യം പറയാം. റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ ഒരു 22 മുതലുള്ള വേദഭാഗം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ് അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസദൃശമായി മാറ്റിക്കളഞ്ഞു. അതിങ്ങോട്ട് താഴോട്ട് വായിച്ച് വരുമ്പോൾ 25-ാം വാക്യം പറഞ്ഞത്, ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു, അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ, ആമീൻ. ഇത് പറഞ്ഞ് വീണ്ടും വന്നിട്ട് ദൈവത്തിൻ്റെ കോപം എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് അവിടെ പറയുകയാണ്. അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു, അവരുടെ സ്ത്രീഭോഗങ്ങൾ സ്വാഭാവിക ഭോഗത്തെ സ്വാഭാവിക വിരുദ്ധമാക്കി കളഞ്ഞു എന്നെല്ലാം പറഞ്ഞിട്ട് താഴോട്ട് വായിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് ദൈവം അവരെ വിട്ടു.
എന്ന് പറയുന്നൊരു ഭാഗമാണ് കാണുന്നത്. അതായത് ദൈവത്തിൻ്റെ കോപം ഒരുത്തൻ്റെ നേരെ ഉദിച്ചാൽ, അല്ലെങ്കിൽ ദൈവം ഒരുത്തനെ കൈവിട്ടാൽ, ആ കൈവിട്ടതിൻ്റെ ലക്ഷണമാണ് അവൻ ആഗ്രഹിക്കുന്ന വഴിക്ക് അവരെ വിടുക എന്നുള്ളത്. ഇനി നമ്മുടെ പപ്പ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം കൈവിട്ടതിൻ്റെ ലക്ഷണമാണ് അവരുടെ ഹൃദയങ്ങളിലെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, അതായത് അവരുടെ ഹൃദയങ്ങളിലെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കപ്പെടുന്നു എന്നാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നെങ്കിൽ അവർ സ്വയം പരിശോധിക്കണം. അവരറിയുന്നില്ല ദൈവം അവരെ കൈവിട്ടതാണ്. ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം തമ്പുരാൻ എന്നെ കൈവിട്ടുന്ന. അത് നമ്മുടെ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇസ്രായേൽ മക്കളെ അവർ ചോദിച്ചതൊക്കെയും യഹോവ അവർക്ക് നൽകിയപ്പോൾ തന്നെ യഹോവയ്ക്ക് അവരോട് നീരസമുണ്ടായിരുന്നു. അപ്പോൾ ഈ നീരസം ഉള്ളപ്പോൾ തന്നെ അവർ ആഗ്രഹങ്ങളൊക്കെ നടത്തിക്കൊണ്ടു. ഇനിയും ദൈവത്തിൻ്റെ കൃപ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്യമുണ്ട്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെ ക്രിസ്തുയേശുവിനോട് ഉയർപ്പിച്ചു എന്നെല്ലാം പറഞ്ഞു വന്നിട്ട് അവൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് അവൻ നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്നുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ ഇരുത്തിക്കൊണ്ട് നമ്മിൽ അവൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ കാണിക്കുകയാണ്. ഇനി ആ കൃപയുടെ ഒരു പ്രത്യേകത നോക്കിയേ. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വേദഭാഗം ഞാനൊന്ന് വായിക്കാം. തീത്തോസ് 2:11. അവിടെ വളരെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അതിൻ്റെ 11-ാമത്തെ വാക്യം മുതൽ പറയുന്നത്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സുള്ള പ്രത്യക്ഷയ്ക്കായി കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. മനസ്സിലായോ? അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. എന്തോ ശിക്ഷിച്ചു വളർത്തുന്നത്? ദൈവകൃപ. അപ്പോൾ ദൈവകൃപയുള്ളവനെ മാത്രമേ ഈ പറയുന്ന പ്രോസസ്സുള്ളൂ. ഏതാ പ്രോസസ്സ് എന്ന് കേട്ടായിരുന്നു? നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സുള്ള പ്രത്യക്ഷതയ്ക്കായും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട്, വർജിക്കണമെങ്കിൽ ഇത് വന്നു എന്നാണല്ലോ. അപ്പോൾ ഭക്തികേട് വന്നാൽ, പ്രപഞ്ചമോഹം വന്നാൽ, അത് വർജിച്ചിട്ട് നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിച്ചു പോരേണ്ടതിന് ദൈവകൃപ നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഭക്തികേട് വരാം, പ്രപഞ്ചമോഹം വരാം, പക്ഷെ നമ്മൾ കൃപയിലാണ് നിൽക്കുന്നതെന്നുള്ളതിൻ്റെ തെളിവാണ് ആ വേളകളിൽ, അതായത് ഈ പ്രപഞ്ചമോഹത്തിലേക്ക് പോയ സ്ഥാനത്ത് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങളോ ശിക്ഷകളോ സംഭവിക്കുന്നത്. ദൈവം കൈവിട്ടതിൻ്റെ ലക്ഷണമല്ല, ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണം. അവൻ പ്രപഞ്ചമോഹത്തിലേക്ക് പോവുകയാണെങ്കിൽ അവൻ്റെ പ്രപഞ്ചമോഹം വർജിക്കേണ്ടതിന്, സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിച്ചു പോരേണ്ടതിന് ആ ദൈവകൃപ നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ശിക്ഷ കൃപയോ കോപമോ? കൃപയാണേ. ഇനി വേദപുസ്തകത്തിൽ 1-2 തെളിവോടെ പറയാം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നവനെക്കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. തെറ്റായ കാര്യം ചെയ്യുന്നത്, മ്ലച്ഛത, ലോകത്ത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് അവനിലുള്ളത്. അവനെക്കുറിച്ച് പൗലോസ് പറയുന്നത്, അവനെ നിങ്ങളുടെ ഇടയിൽ നീക്കാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനും, അല്ലെങ്കിൽ എൻ്റെ ആത്മാവും നിങ്ങളും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും കൂടി ഒരുമിച്ച് ചേർന്ന് ഇവൻ കർത്താവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടത്, ശ്രദ്ധിച്ചേക്കണം, കർത്താവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിന് സാത്താനേൽപ്പിക്കുക. സംഗതി സാത്താനാണ്, ഉദ്ദേശം ജഡസംഹാരമാണ്, അഥവാ മരണത്തിലേക്ക് വിടുക. അപ്പം മരണത്തിലേക്ക് ഇവനെ വിടുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? ആത്മാവ് കർത്താവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. ഒരു കാര്യം വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല വന്നത്, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് വന്നത്. അവൻ എൻ്റെ ഉള്ളം കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒന്നിനെയും നഷ്ടപ്പെടുത്തി കളയാതെ ആ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നുള്ള പിതാവിൻ്റെ ഇഷ്ടം. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്, എൻ്റെ ഉള്ളം കയ്യിൽ നിന്ന് ആർക്കും അതിനെ പിടിച്ചു പറിപ്പാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ ഉള്ളം കയ്യിലായിരിക്കുന്നത്. ഉദാഹരണത്തിന് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ പരിശോധിച്ചാൽ കാണും, കർത്താവിൻ്റെ ഉള്ളം കയ്യിലിരിക്കുക 7 ദൂതന്മാർ സഭയുടെ. അതിലൊരുത്തനോട് പറയാം, ജീവനുള്ളവന് നിനക്ക് പേരുണ്ട്, പക്ഷെ നീ മരിച്ചവന്. ഇരിക്കുന്നത് എവിടെയാ? ഉള്ളം കയ്യിൽ. കളഞ്ഞിട്ടില്ല. 100 ആടുണ്ട്, ഒരെണ്ണം വഴി തെറ്റിപ്പോയി, ആ തെറ്റിയതിൻ്റെ പുറകെ പോകുന്നവനാണ് ഞാൻ. ഇതാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുത്തൻ ഇനി വഴി തെറ്റിയ ലോകത്ത് ജീവിച്ചാലും അതിനെ കളയുന്ന പരിപാടി കർത്താവിനില്ല. അപ്പോൾ വേണമെങ്കിൽ നിനക്കൊരു സംശയം ചോദിക്കാം, പിന്മാറിപ്പോയാലോ
അല്ലെങ്കിൽ ചില ബ്രദറുകാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് അപ്പോൾ എന്ത് വേണേലും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, നമ്മൾ നിത്യതയിലെത്തും എന്ന് പറയുന്നത് നഷ്ടപ്പെടത്തില്ലെന്ന് അവർ പറയും. അങ്ങനെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ രക്ഷ നഷ്ടപ്പെടത്തില്ല, എന്നാൽ രക്ഷ നഷ്ടപ്പെടുത്താൻ പറ്റും. രക്ഷ നഷ്ടപ്പെടുത്താൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ഈ എബ്രായ ലേഖനത്തിൽ വാക്യമുണ്ട്, ആ 6-ാം അധ്യായത്തിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതായത് ദൈവത്തിൻ്റെ ഈ ദാനം, നല്ല ദാനം ആസ്വദിച്ചവൻ, ഈ പരിജ്ഞാനത്തിലേക്ക് എത്തിയവൻ, ഈ സ്വർഗീയ ദാനം ആസ്വദിച്ചവൻ പിന്മാറിപ്പോയാൽ പിന്നെ മടക്കി കൊണ്ടുവരാൻ പറ്റത്തില്ല. ചുട്ടുകളയുക എത്രയാണ് അതിൻ്റെ അന്ത്യം. പക്ഷേ അതെന്നാ ചുടുന്നതെന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല, അതിൻ്റെ അന്ത്യം ചുട്ടുകളല്ല. പക്ഷേ അവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, പിന്മാറ്റം എന്നാണ് പറഞ്ഞത്. എന്താണ് ഈ പിന്മാറ്റം എന്ന് പറഞ്ഞാൽ? പിന്മാറുക എന്ന് പറഞ്ഞാൽ സഭായോഗത്തിന് വരാതിരിക്കലാണോ? പിന്മാറുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാതിരിക്കലാണോ? പിന്മാറുക എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് പോയെന്നുള്ളതാണോ? പിന്മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയെന്നാണോ? ഒന്നുമല്ല. കാരണം നമ്മുടെ ഈ ജഡത്തിൻ്റെ കുറേ സ്വഭാവങ്ങളുണ്ട്. ജഡത്തിൻ്റെ പ്രവൃത്തികളെ നമ്മൾ അതിജീവിക്കുക തന്നെ വേണം. അത് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിലൂടെ നമുക്കത് പറ്റത്തുള്ളൂ. വാസ്തവത്തിൽ നമ്മുടെ ജഡത്തിൻ്റെ ഏതെങ്കിലും ഒരു ബലഹീനതയല്ല പിന്മാറ്റം. ഇപ്പോൾ ഉദാഹരണത്തിന് യോഹന്നാൻ്റെ ലേഖനത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും ഒരുവനൊരു പാപം ചെയ്ത കർത്താവായ യേശു ക്രിസ്തു എന്നൊരു കാര്യം നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ട്. ഇവിടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അവൻ നമ്മുടെ കർത്താവാണെന്നുള്ള, യേശുവാണ് നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുന്നത്. ആ കർത്താവ് നമ്മുടെ ബലഹീനതയ്ക്ക്, അതെ എബ്രായ ലേഖനത്തിലെ വാക്യം, നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നൊരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. പക്ഷേ വിഷയം എവിടെയാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ, പിന്മാറ്റം എന്ന് പറയുന്നത് ജഡത്തിൻ്റെ ബലഹീനതകളൊന്നുമല്ല. എനിക്ക് കോപം വരാം, ക്രോധം വരാം, മോഹങ്ങൾ വരാം, ഇതെല്ലാം ഉണ്ട്. ഇത് ഒരു പൗലോസ് അപ്പോസ്തലൻ തന്നെ പറഞ്ഞിട്ടില്ലേ, ചെയ്യരുതെന്ന് വിചാരിക്കുന്നത് ഞാൻ ചെയ്തു പോകുന്നു, ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോകുന്നു, ചെയ്യണമെന്ന് വിചാരിക്കുന്നത് ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം പൗലോസ് പിന്മാറിയെന്നാണോ? അല്ലല്ലോ. പൗലോസ് ഈ ബലഹീനമായ ഈ ശരീരത്തിന്, പാപത്തിന് അധീനമായ ഈ ശരീരത്തിൽ തന്നെ ആർ വിടുവിക്കും? കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ പിന്മാറ്റം എന്ന് പറയുന്നത് ജഡത്തിൻ്റെ ബലഹീനതയൊന്നുമല്ല. പിന്മാറ്റം, നമ്മൾ മുന്നേറ്റം എന്ന് പറയുന്നത് എന്തിനാണ്? പിന്മാറ്റം എന്ന് പറഞ്ഞാൽ മുന്നേറിയതെപ്പോഴെന്നൊന്ന് പറഞ്ഞേ. കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചു, യേശുവിനെ മരിച്ചവരുടെ ഇന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് യേശു കർത്താവെന്ന് ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണല്ലോ രക്ഷിക്കപ്പെടുന്നത്. അവിടെയാണല്ലോ മുന്നേറ്റം. അതായത് യേശു എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവ്, ഞാൻ യേശുവിനെ എൻ്റെ കർത്താവായി സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ കർത്തൃത്വം ഞാൻ യേശുവിനെ ഏൽപ്പിക്കുക. അപ്പോൾ ഇനി ഞാനെന്തിനാണ് യേശുവിനെ കർത്തൃത്വം ഏൽപ്പിച്ചത്? എന്നെക്കൊണ്ട് തന്നെ പറ്റത്തില്ല. അപ്പോൾ എന്നെ ഈ കാര്യത്തിൽ ആര് സഹായിക്കണം? യേശു കർത്താവ് സഹായിക്കണം. ആ സഹായത്തിൻ്റെയും അതിനാണല്ലോ അപ്പോസ്തലന്മാരെ ഉപദേഷ്ടാക്കന്മാരെയൊക്കെ വെച്ചിരിക്കുന്നത്. ബാലശിക്ഷ, ഇതെല്ലാം ഉണ്ട്. ബാലശിക്ഷ വരുമ്പോൾ മുഷിയരുത്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കർത്താവിൻ്റെ യേശു നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുന്നത് കൊണ്ടാണ് ഈ ക്രമീകരണങ്ങളെല്ലാം ഉള്ളത്. ഇനി പിന്മാറ്റം എന്ന് പറയുന്നത് ഈ കർത്തൃത്വം എനിക്ക് വേണ്ടാന്ന് വയ്ക്കുന്നിടത്താണ്. എനിക്ക് യേശുവിനെ വേണ്ട, ഞാൻ യേശുവിനെ ഈ ഉടമ്പടി ഞാൻ തന്നെ റദ്ദ് ചെയ്യും. എൻ്റെ വാ കൊണ്ട് ഞാൻ പറഞ്ഞപ്പോഴാണ് യേശുവുമായിട്ട് എനിക്ക് ഉടമ്പടി ആയത്. ഞാൻ എൻ്റെ വാ കൊണ്ട് തന്നെ അത് നിരാകരിക്കുമ്പോഴാണ് ഞാൻ പിന്മാറുന്നത്. എനിക്ക് യേശു വേണ്ട, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നില്ല, എനിക്ക് യേശുവിൻ്റെ കർത്തൃത്വം വേണ്ട എന്ന് ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് പറഞ്ഞ് ഒഴിയുന്നിടത്ത് മാത്രമേ ഞാൻ പിന്മാറുന്നത്. അതായത് ക്രിസ്തുവിൽ നിന്ന് പിന്മാറുക. ഇച്ചിരി വ്യക്തമായിട്ട് പറഞ്ഞാൽ, യേശു ക്രിസ്തുവുമായി ഉടമ്പടി ചെയ്ത് ഞാൻ നടക്കുമ്പോഴും എന്നിൽ ബലഹീനത വരാം. ചിലപ്പോൾ ആ ബലഹീനത 10 പേർ അറിയുന്നതിൻ്റെ പേരിൽ എനിക്ക് നാണക്കേടുണ്ടാകാം. ആ നാണക്കേട് നിമിത്തം ചിലപ്പോൾ ഞാൻ സഭായോഗത്തിന് വന്നില്ലെന്ന് വരാം. അല്ലെങ്കിൽ വേറെ പല മോഹങ്ങളും കാരണം സഭായോഗത്തിന് വന്നില്ലെന്ന് വരാം. പല കാരണങ്ങൾ കാണാം. പക്ഷേ അപ്പോഴൊക്കെ എൻ്റെ ഹൃദയത്തിൽ യേശു ക്രിസ്തുവുമായിട്ടൊരു ബന്ധം കാണും. കർത്താവെ എന്നോട് ക്ഷമിക്കണമേ. കർത്താവിനെ ഞാൻ തള്ളിക്കളഞ്ഞിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു അടി കിട്ടിയാൽ, ഒരു പ്രശ്നം വന്നാൽ അപ്പോൾ ഇത് കർത്താവ് തന്നതായിരിക്കും എന്ന് ചിന്തിക്കുന്നത് അവനാണ് എൻ്റെ കർത്താവ്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ തെറ്റുപറ്റാൽ അവൻ എൻ്റെ ബാലശിക്ഷ നടത്തും. ഞാൻ അവൻ്റെ മകനാണ്, അതുകൊണ്ട് അവൻ എനിക്ക് ബാലശിക്ഷ തരുന്ന ഇങ്ങനെയുള്ള ഫീലിങ്സൊക്കെ ഈ വ്യക്തിയിലുണ്ടാകാം. പക്ഷേ ഇയാൾ കൂട്ടായ്മയ്ക്ക് വരുന്നില്ല. അപ്പം കൂട്ടായ്മയിലിരിക്കുന്ന മറ്റുള്ളവർക്കൊരു പ്രശ്നം ഉണ്ടാവും. പിന്മാറിപ്പോയി. പക്ഷേ അവൻ പിന്മാറിയിട്ടില്ല. അവൻ പിന്മാറിയിട്ടില്ലെന്നുള്ളതിൻ്റെ ലക്ഷണമാണ് അവൻ്റെ ഈ ജീവിതത്തിൽ ഈ ബലഹീനയും ഈ പ്രപഞ്ചമോഹവും കയറിയപ്പോൾ കർത്താവ് അവന് ശിക്ഷ കൊടുത്തത്. അപ്പം പ്രപഞ്ചമോഹം കയറിയപ്പോൾ ആണ് ശിക്ഷ കിട്ടിയെന്നാണോ പറഞ്ഞു വരുന്നത്? അതെ, നമ്മൾ മുമ്പേ വായിച്ച വാക്യത്തിൻ്റെ അർത്ഥമാണ്. അതായത് ദൈവകൃപ നമ്മളിൽ പ്രപഞ്ചമോഹം വന്നാൽ ശിക്ഷിച്ചു വളർത്തുന്നു. അപ്പോൾ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് പറയുന്നത് കൈവിട്ട് കളഞ്ഞതല്ല, മറിച്ച് കൃപയുടെ ലക്ഷണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിച്ച് വിശ്വാസ ജീവിതത്തിൽ വന്നു. എൻ്റെ കർത്തൃത്വം യേശുവിനെ ഏൽപ്പിച്ചു. ഞാൻ കൂട്ടായ്മയ്ക്കെല്ലാം വരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി ബിസിനസ് ചെയ്യണം, നീ പണം ഉണ്ടാകണം.
ഞായറാഴ്ച ദിവസം സഭായോഗം കളഞ്ഞിട്ട് ഞാൻ ചെന്നാൽ എനിക്ക് ഇച്ചിരി പൈസ കിട്ടുന്നൊരു ഇടപാടാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് സഭായോഗത്തിന് വരുന്നില്ല, ഞാൻ പൈസയ്ക്ക് പോകാം. അങ്ങനെ ഞാൻ പോയി ഇച്ചിരി ലാഭം ഉണ്ടാക്കി, എനിക്കത് കാശുമായി. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഉത്സാഹമായി. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് കൂട്ടായ്മയിലൊന്നും ഉത്സാഹം, എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് കർത്താവ് ഹോട്ടലുണ്ട്. പക്ഷേ 4 പേര് കാണുമ്പോൾ ഞാൻ ഇതിനൊന്നും പോകുന്നില്ല. കാരണം ഞാൻ ബിസിനസ്സിന് പോവാം, മറ്റ് ലാഭം ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ഞാൻ എന്തായി? പ്രപഞ്ചമോഹത്തിലായി. അപ്പം ഞാൻ പ്രപഞ്ചമോഹത്തിലായി കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിലൊരു ആക്സിഡൻ്റ് ഉണ്ടാകാം. ഞാൻ പണം ഒത്തിരി ഉണ്ടാക്കി, ഞാൻ വെട്ടിപ്പിടിക്കുകയാണ്. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന് അറപ്പെന്നൊരു വാക്യമുണ്ട്, വായിച്ചിട്ടുണ്ട്. ഇവിടെ ഉപദേശിമാർ മുഴുവൻ ഈ അറപ്പായ കാര്യങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സഭാഹാളിൽ ചെന്നിരിക്കുന്നവർ ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അവർക്കത് മേടിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നതും നമ്മളെ മോഹം ജനിപ്പിക്കുക. അതല്ലേ തെറ്റ്? അവിടെ മോഹം ജനിപ്പിക്കുന്നത് മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ വാക്യമാണ്, 16-ാം അധ്യായത്തിലെ വാക്യമാണ്. പക്ഷെ അതൊക്കെ ഇവിടെ അനുഗ്രഹമായിട്ട് ഇവർ കണക്കാക്കുന്നത്. അവരാ വിഡ്ഢിത്തിന്, ഞാൻ പറഞ്ഞ അവരാണ് നമ്മളെ വിമർശിക്കുന്നതെന്ന് ഓർക്കണം. ശരി, അവരതെന്തും ആയിക്കോട്ടെ. ഞാൻ മോഹം കയറി ഇപ്പോൾ കൂട്ടായ്മയ്ക്കൊന്നും പോകുന്നില്ല, ഞാൻ ബിസിനസ് വർദ്ധിപ്പിച്ച് ഇങ്ങനെ പോവുക. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ക്യാൻസർ വരുന്നത്. ഞാൻ അടുത്ത ഒരു തോട്ടവും കൂടെ മേടിക്കാനായിട്ട് കുറേ പൈസ സമ്പാദിച്ചു. എനിക്ക് തൊട്ടടുത്തൊരു തോട്ടവും കൂടെ ഉണ്ട്. ആ തോട്ടവും കൂടെ മേടിച്ച് ഈ ഉപദേശി പഠിപ്പിച്ചതിനനുസരിച്ചാണ് ദൈവം നിന്നെ മാനിക്കാൻ പോവുക, ദൈവം നിന്നെ ഉയർത്താൻ പോവുക, ദൈവം നിൻ്റെ മക്കൾക്ക് ചില വഴികൾ തുറക്കാൻ പോവാം. തോട്ടം മേടിക്കണം നമുക്ക് ചിന്തയില്ല. അപ്പോൾ അന്ന് നമ്മുടെ മോഹം കയറുന്നത്. അപ്പോൾ ഇവരെല്ലാം മോഹിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മോഹം നമ്മുടെ ഉള്ളിൽ കയറി നമ്മളത് വെട്ടിപ്പിടിക്കാൻ ദൈവം തന്ന വഴിയാണെന്ന് പറഞ്ഞ് നമ്മൾ പോകുന്നു. അവസാനം ആ ഏക്കർ മേടിക്കാനെല്ലാം റെഡിയാണ്. ശരിയാണ്, നമ്മൾ ഇച്ചിരി ടാക്സ് വെട്ടിക്കലും കള്ളത്തിലും ഒക്കെ കാണിച്ചിട്ട് അത് മേടിക്കാന്നുള്ള ലക്ഷ്യം, അപ്പോൾ മോഹം കൂടിക്കോ. പക്ഷെ അപ്പോഴും പ്രാർത്ഥന കൊണ്ട് ഉള്ളിൽ കർത്താവെന്ന് വിളിച്ചിട്ടായി പോകുന്നതല്ല. അങ്ങനെ ഇരിക്കുമ്പോഴേ ക്യാൻസർ വരുന്നത്. ക്യാൻസർ വന്ന് കിടന്നുപോയി, ഉള്ള കാശ് മുഴുവൻ ആശുപത്രിയിലായി. കണ്ടുകൊണ്ട് നിൽക്കുന്ന വിശ്വാസി ഉപദേശി എന്നാ പറയും? ദൈവം അടിച്ചത് കണ്ടോ, ദൈവം കീറിക്കളഞ്ഞത് കണ്ടോ, കൂട്ടായ്മ, ഇതായിരിക്കും അവർ പറഞ്ഞത്. സത്യത്തിൽ അവർക്ക് തെറ്റുപറ്റി. ദൈവം എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് എനിക്ക് ക്യാൻസർ വരുന്നത്. എൻ്റെ പൈസ മുഴുവൻ ആശുപത്രി ചിലവാകുക, തോട്ടം മേടിയിൽ നടന്നില്ല. ആ പ്രപഞ്ചമോഹം വർജിക്കാനുള്ള വഴി ദൈവം ഉണ്ടാക്കുക ചെയ്തത്. ഞാൻ അവസാന ശ്വാസം, ഞാൻ ഇനി മരിക്കാൻ പോവാം. ആ മരണത്തിൻ്റെ തൊട്ട് മുമ്പ് എനിക്ക് സംസാരിക്കാൻ ശേഷി നഷ്ടപ്പെട്ടു, അബോധാവസ്ഥയിലായി. പക്ഷേ അബോധാവസ്ഥയിലും ഉൾബോധത്തിൽ നിന്നുകൊണ്ട് ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ എനിക്ക് തെറ്റിപ്പോയി, ഞാൻ ഒരു പ്രയോജനവുമില്ലാത്ത മായായ കാര്യങ്ങളുടെ പുറകെ ഓടിയത്, ഇതല്ല സത്യത്തിൽ എനിക്കുള്ളത്. ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നവൻ സകല മനുഷ്യരിലും അരിഷ്ടരെന്നുള്ള വചനം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ ആയുസ്സിലെ കാര്യങ്ങളിൽ പ്രത്യാശ വെച്ച് ഓടിയത്, എനിക്ക് തെറ്റിപ്പോയപ്പാ, എന്നോട് ക്ഷമിക്കണമേ എന്ന് കർത്താവിനോട് പറയുക. കർത്താവിനെ കൊണ്ട് പറയിപ്പിക്കുക. കാരണം കർത്താവിൻ്റെ വാഗ്ദത്തമാണ് എൻ്റെ ഉള്ളം കൈ തന്നിനെ ഒന്നിനെയും കളയാതെ ആ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്ന് കർത്താവ് പ്രോമിസ് ചെയ്തൊരു കാര്യമാണ്. അതിന് കർത്താവ് ചെയ്യുന്ന പ്രോസസ്സ് ഇതാ. മറ്റൊരിടത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ ശുദ്ധയും നിർമ്മലവും നിർദോഷവുമാക്കി നമ്മളെ നിർത്തുവാൻ, ആനന്ദത്തോടെ നിർത്തുവാൻ, നിഷ്കളങ്കരായി നമ്മളെ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയും. അപ്പോൾ നിർത്തുന്ന ആരാ? ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ ശുദ്ധമാക്കി നിർത്തുക എന്ന് പറയുന്ന ജോലി കർത്താവിൻ്റെതാണ്. നമ്മൾ പക്ഷേ ഇവിടുത്തെ പല ഉപദേശിമാരുടെയും പ്രസംഗങ്ങളും പല മോഹങ്ങളും ഒക്കെ കയറി നമ്മളെ മാനിക്കാൻ പോവാം. ഞാൻ ഇറങ്ങിയപ്പോൾ എന്നെ ഒരുപാട് പേര് നിന്ദിച്ചതോ, ഇപ്പം ദൈവം കണ്ടോ വെട്ടിപ്പിടിക്കാൻ ദൈവം എന്നെ സഹായിക്കുന്നു, ഇങ്ങനെ പോവുക. അപ്പോഴാണ് ഈ പറയുന്ന പ്രശ്നം, അപ്പോഴാണ് രോഗം വരുന്നു, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് വരുന്നു, അവിടെ കിടക്കുന്നു. പക്ഷേ ആ അവസാന നിമിഷം നമ്മളിത് തിരിച്ചറിഞ്ഞ് നമ്മൾ കർത്താവിനോട് ഏറ്റു പറയാം. കർത്താവ് പറയിപ്പിക്കുക. ആത്മാവ് കർത്താവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിന് സാത്താൻ്റെ കയ്യിലേൽപ്പിച്ചു. അപ്പോൾ ഒരു മോഹത്തിന്റെ പുറകെ പോയ ആളിന്റെ ഒരു കഥ. ഇനിയും ശരിയായ ഒരു ഭക്തന് ഇത് സംഭവിച്ചു കൂടായികയുണ്ടോ? അല്ല, മോഹത്തിന്റെ പുറകെ അവൻ ഭക്തനാണ്. അവൻ ഭക്തനല്ലെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഭക്തന് മോഹം കയറാം. ഭക്തനാണല്ലോ കർത്താവിൽ വിശ്വസിക്കുന്നതെല്ലാം ഭക്തന് മോഹം വരുമ്പോഴാണല്ലോ കർത്താവിന് അവനോട് ഇടപെടലുള്ളത്. അല്ലാത്തവൻ്റെ മോഹത്തിന് അവൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് വിടുക. ഭക്തനല്ലാത്തവൻ, എൻ്റെ സംശയം അതല്ല, മോഹമൊന്നും ഉണ്ടായില്ല, ഭക്തനാണ്, ശരിയായ രീതിയിൽ പത്യോപദേശത്തിൽ ജീവിക്കുന്നു, ഭക്തനുമാണ്, ഒരു മോഹം ഒന്നുണ്ടായില്ല, ലോകപ്രകാരം പോകുന്നുമില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് അസുഖം വന്നുകൂടായികയില്ലല്ലോ. ഈ ക്യാൻസറും ഒന്നുമില്ല, ഞാൻ അപകടങ്ങളും മരണങ്ങളും എല്ലാം, ദാരിദ്ര്യം, ഇതൊക്കെ ഉണ്ടാകാമല്ലോ. വരാമെന്ന് പറയുന്നതിൻ്റെ കാരണമാണ് പൗലോസിൻ്റെ തെളിവല്ലേ. പൗലോസിൻ്റെ ജഡത്തെ കുത്താൻ ഒരു ശൂലം നിർത്തിയിരിക്കുക. 3 വട്ടം പൗലോസ് പ്രാർത്ഥിച്ചു ജഡത്തെ കുത്താനുള്ളത്. 3-ാം വട്ടം കർത്താവ് പറഞ്ഞ മറുപടി, എൻ്റെ കൃപ നിനക്ക് മതിയെന്ന്. അപ്പോൾ കൃപ ലഭിച്ച പൗലോസ് പിന്നെ എന്താ പറയുന്നതെന്നറിയോ? അവൻ്റെ കൃപ എൻ്റെ മേൽ വന്നപ്പോൾ ഞാൻ ഞെരുക്കം സഹിക്കാൻ ഇഷ്ടപ്പെടുന്നു. കയ്യേറ്റ ഭക്തനെ സംബന്ധിച്ച് ഒരു രോഗം വന്ന് കിടപ്പിലാകാം. പക്ഷേ ആ കിടപ്പിലാകുമ്പോഴും
ആ കിടപ്പിൽ കിടന്നുകൊണ്ടും അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. കാരണം അവൻ്റെ ഭക്തി ഈ ഭൂമിയിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. സിസ്റ്റർ മേരി കോരെന്ന് കേട്ടിട്ടുണ്ടോ? ആ അമ്മച്ചിയുടെ കൂട്ടായ്മയുമായിട്ട് സഹകരിച്ച് ഞാൻ കുറച്ച് നാൾ പോയി. ആ അമ്മച്ചി വയ്യാതെ കിടന്ന ഒരു സമയമുണ്ട്. ആ അമ്മച്ചി ഒരു സാക്ഷ്യം പറഞ്ഞു. ഇടയ്ക്കൊന്ന് എഴുന്നേറ്റപ്പോൾ നമ്മൾ നടത്തിയൊരു കൂട്ടായ്മ വന്നിട്ട് കൺവെൻഷൻ വേദിയിൽ ഇരുന്നുകൊണ്ട് അമ്മച്ചി പറഞ്ഞ സാക്ഷ്യം ഞാൻ എൻ്റെ ചെയ്തുകൊണ്ട് കേട്ടോ. ആ അമ്മച്ചി പറഞ്ഞത്, ഞാൻ കിടപ്പിലായി, തളർന്ന് എണ്ണീക്കാൻ വയ്യാത്ത കിടപ്പിലായ സമയത്ത് പിശാചിനോട് ഞാൻ പറഞ്ഞു, എടാ പിശാചേ, നീ ഇവിടെ വാ. ഒരു ദൈവ പൈതൽ കിടപ്പിലായാലും ആ കിടപ്പിൽ കിടന്നുകൊണ്ട് അവൻ എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന്. അതാ പ്രത്യാശ. ഇയ്യോബിൻ്റെ വാക്ക് നമുക്കറിയാമല്ലോ, ഞാൻ ഇനി ഇങ്ങനെ ദേഹം നശിച്ചു പോയാലും ഞാൻ ദേഹസഹിതനായി വരും. അപ്പം ഇയ്യോബ് പറയുന്ന വാക്ക് യഹോവ തന്നു, യഹോവ എടുത്തു. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇവയൊന്നിനാലും അവൻ അതരം കൊണ്ട് പാപം ചെയ്യുകയോ ദൈവത്തിന് മോക്ഷത്തെ വരപ്പിക്കുകയില്ല. സത്യത്തിൽ പിശാചെല്ലാം കൊണ്ടുപോയത്. പ്രത്യക്ഷതയില് ഈ കഷ്ടതയൊന്നും ഭക്തനെ ബാധിക്കുന്നില്ല. ഒരു കഷ്ടതയോ ഒരു ഭക്തനെ ബാധിക്കുന്നില്ല. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായം. ഈ സങ്കീർത്തനം 34-ാം അധ്യായത്തിലെ ഒരു വാക്യമുണ്ട്, യഹോവയുടെ ഭക്തന് ഒന്നിനും മുട്ടില്ലല്ലോ, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ഞാൻ ഒരുപാടെടുത്ത് ചോദിച്ചു, ഞാൻ ഇപ്പോഴും ചോദിക്കും, എൻ്റെ കാണികളായിട്ടുള്ള സഹോദരങ്ങളോട് നമുക്ക് ചോദിക്കാം, യഹോവയുടെ ഭക്തന് ഒന്നിനും മുട്ടില്ലെന്നാണ് പറയുന്നത്. വചനം സത്യമാണെങ്കിൽ, നീ ഭക്തനാണെങ്കിൽ നിനക്കെന്തുണ്ടാകാൻ പാടില്ല? മുട്ടുണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ചോദിച്ചോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും മുട്ടില്ലേ? നിൻ്റെ ജീവിതത്തിൽ ഒന്നിനും മുട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ നീ ഭക്തനല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? ഞാൻ ഭക്തനാണ്. അങ്ങനെയാണ് പിന്നെ വചനം തെറ്റാണ്. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് നിഷേധിച്ചേ പറ്റൂ, ഇല്ലേ? ഏത് ഭക്തൻ, ആർക്കവിടെ മുട്ടില്ലാത്തേ? സ്നാനപ്പെടുത്തുന്ന ഉപദേശിക്ക് മുട്ടില്ലേ? പ്രവചനം പറയുന്ന പ്രവാചകന് മുട്ടില്ലേ? അവരുടെ മുട്ട് തീർക്കാനാണല്ലോ നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കുന്നത്. അല്ല, അവർ പറഞ്ഞില്ല ഞങ്ങൾക്ക് പൈസ ഒന്നും വേണ്ട, എല്ലാം ഉണ്ടെന്ന് അവർ പറയണ്ടേ. അവർ നമ്മുടെ ഇത് മേടിക്കുമ്പോൾ തന്നെ അവർക്ക് മുട്ടുകളുണ്ടല്ലോ. അപ്പോൾ ഇവർക്കെല്ലാം മുട്ടുണ്ട്. അപ്പോൾ ഇവരാരും ഭക്തരല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ നമ്മുടെ സഹോദരങ്ങളാരും സ്തംഭിച്ചിരിക്കുക, കൈപോക്കാൻ വയ്യ. അപ്പം ഞാനോട്, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഈ മുട്ടെന്ന് പറയുന്നത് എന്താണെന്നൊന്ന് മനസ്സിലാക്കുക. ഇത് എഴുതിയത് ദാവീദ് 23-ാം സങ്കീർത്തനത്തിൽ എന്താ എഴുതിയിരിക്കുന്നറിയോ? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ദാവീദിന് മുട്ടില്ലായിരുന്നു, മുട്ടയോ ഉള്ളായിരുന്നു, അല്ലേ? ഇനി അതെന്താണെന്ന് അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് പൗലോസിനെ കൊണ്ട് പറയിപ്പിച്ചിട്ടൊരു കാര്യമുണ്ട്. അതായത് ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യമാണെന്ന് എൻ്റെ ഓർമ്മ. ബുദ്ധിമുട്ട് നിമിത്തമല്ല, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ ശീലിച്ചിട്ടുണ്ട്, താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ഞാൻ ശീലിച്ചിരിക്കുന്നു. അടുത്ത വാക്ക് എന്നാ പറഞ്ഞിരിയോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ ഇതിനൊക്കെയും മതിയായവനാകും എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനി ആരാന്നറിയോ? ആണേ, ശലോമോനേക്കാൾ വലിയൊരു ജ്ഞാനി ഇന്ന് വരെ ഭൂമിയിലുണ്ടില്ല. ഈ ശലോമോൻ രാജാവ് പറഞ്ഞൊരു വാക്കുണ്ട്, എന്നെ നീ സമ്പന്നനാക്കിയിട്ട് ഞാൻ നിന്നെ തള്ളിപ്പറയാനിടയാകും, എന്നെ നീ ദരിദ്രനാക്കിയിട്ട് ഞാൻ നിന്നോട് പിറുപിറുക്കാനിടയാകും. അപ്പോൾ അത് സമ്പത്തിനെയും അദ്ദേഹം ഭയപ്പെടുന്നു, ദാരിദ്ര്യത്തെയും ഭയപ്പെടുന്നു. ഇതാണ് ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ. എന്നാൽ ഈ പൗലോസ് അപ്പോസ്തലൻ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിച്ചവനായി. ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാനിപ്പോൾ സകലതും ചവറന്നെണ്ണുന്നു എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, ഞാൻ ഏതവസ്ഥയിലും ഇരിപ്പാൻ ശീലിച്ചിരിക്കുന്നു, സമൃദ്ധിയിലിരിക്കുന്നതിന് എനിക്ക് പേടിയില്ലെന്ന്. ഞാൻ സമൃദ്ധിയിലും ജീവിക്കും, ഞാൻ ദാരിദ്ര്യത്തിലും ജീവിക്കും, ഇത് രണ്ടിലും ഞാൻ ശീലിക്കും, കാരണം എനിക്ക് മുട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ഭക്തന് ഒന്നിനും മുട്ടില്ലെന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. ഒന്നും അവന് മുട്ടല്ലെന്നാണ്. ഒരു ഭക്തനെ സംബന്ധിച്ച് ഒന്നും അവന് മുട്ടല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ദൈവമക്കൾ ഭക്തരാണെന്ന് അവകാശപ്പെടുകയും പിടിച്ചു വെച്ച്, ചിലർ പറഞ്ഞു ഞങ്ങൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കും, എന്നിട്ട് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് തരത്തില്ലേ? കർത്താവിന് തരാൻ മനസ്സില്ല, സമരം ചെയ്ത് പഠിക്കുന്നത്. വാസ്തവത്തിൽ ഒരു ഭക്തരല്ല. ഒരു ഭക്തനെ സംബന്ധിച്ച് കർത്താവേ എന്താണ് നിൻ്റെ ഇഷ്ടം? ഞാൻ ഇന്ന് വിശന്നിരിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇന്ന് കീറി ഉടുപ്പിട്ടുകൊണ്ട് പോകുക, അല്ലെങ്കിൽ ഞാൻ ഈ ചോർന്നൊലിക്കുന്ന പെരയ്ക്കകത്ത് കിടക്കുന്നതാണോ നിൻ്റെ ഇഷ്ടം? സന്തോഷം, അതിനകത്ത് തൃപ്തിയോടെ കഴിയും. ഇനി നാളെ ഇവിടുന്ന് മാറ്റിയിട്ട് ഭയങ്കരമായൊരു കൊട്ടാരത്തിനകത്ത് കൊണ്ട് താമസിപ്പിച്ചാലും അവൻ്റെ മനസ്സ് അതിനകത്താകത്തില്ല. അതാണ് ഭക്തൻ. അതായത് ഭക്തനെ സംബന്ധിച്ച് സകലത്തിലും അവൻ തൃപ്തനായിരിക്കും ഏതവസരവും. അലംഭാവത്തോടെ, ഈ അലംഭാവം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വിശ്വാസികൾക്ക് അബദ്ധം പറ്റാറുണ്ട്. അലംഭാവത്തോടുള്ള ഭക്തിയോ അത് ശരിയാണോ? അലംഭാവത്തോടുള്ള ഭക്തി ശരിയാണോ? അലംഭാവം എന്ന് പറയുന്നത് അലസത. അവരുടെ ധാരണയിൽ ഈ അലംഭാവം എന്ന് പറയുന്നത് അലസത എന്നുള്ള ചിന്തയില്ല. അലംഭാവവും അലസതയും രണ്ടാണ്. അലംഭാവം എന്ന വാക്കിൻ്റെ അർത്ഥം യാതൊരു ഭാവവുമില്ലാതെ, പ്രത്യേക ഡിമാൻഡ് ഇല്ലാത്ത, അതാണ് അലംഭാവം. അലസത എന്ന് പറയുന്നത് ഏതിലായിട്ട് മറ്റേത് എനിക്ക് കർത്താവ് ഞാൻ ചോദിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തു നിന്നെ സ്നേഹിച്ചത് എന്തുകൊണ്ടാണ്? കർത്താവായ യേശു ക്രിസ്തുവിനോട് സ്വർഗത്തിലെ ദൂതന്മാർ ചോദിക്കുക,
പുത്തമ്പരയ്ക്കിലെ ഷൈലെ നീ തിരഞ്ഞെടുത്തത് എന്ത് ഗുണം കണ്ടിട്ടാണ്? അവിടെ സൗന്ദര്യം കണ്ടിട്ടാണെന്ന് കർത്താവ് പറയൂ? ഇല്ല. അവളങ്ങ് പട്ടുകാലായിലെ ബേബിയുടെ മോളായതുകൊണ്ട് എടുത്താന്ന് പറയൂ? അവൾ ഭയങ്കര വിദ്യാഭ്യാസമുള്ള മിടുക്കിയാണ് അങ്ങനെ പറയൂ? എന്തോ കണ്ടിട്ടാ? എന്തായിരിക്കും കർത്താവ് കൊടുക്കുന്ന മറുപടി? ദൈവത്തിൻ്റെ കൃപ. അവളോട് കൃപ കാണിക്കാൻ കാരണം എന്താണ്? നീ ഓമനകുമാരൻ എനിക്ക് വേണ്ടി അത് മനസ്സിലായി. എന്തിനാണ് ഓമനകുമാരൻ നിനക്ക് വേണ്ടി മരിച്ചതെന്ന്? നിന്നിൽ എന്ത് കണ്ടിട്ട് എന്തുമായിരിക്കും കുമാരൻ പറയണ്ടേ? അത് ഇന്ന ഗുണം അവളിലുണ്ട്. നമ്മളിപ്പോൾ ഒരു വണ്ടി മേടിച്ചു, ഈ വണ്ടി മേടിച്ചതിന് കാരണം ആ വണ്ടിക്ക് ഇന്ന ഫീച്ചറുണ്ട്. പിതാവിൻ്റെ ശ്വാസം എൻ്റെ ഉള്ളിലുണ്ട്. അത് പിതാവിൻ്റെ ശ്വാസം ഉള്ളിൽ തരാൻ എന്താ കാരണം? ഞാൻ പറയാം കുഴഞ്ഞു മൂക്കിൽ ജീവശ്വാസം ഊതിയില്ല. അത് മനസ്സിലായി. അങ്ങനെ അതെല്ലാവരിലും ഉണ്ടല്ലോ. അതെല്ലാവരിലും ഉണ്ടല്ലോ. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദായുടെ ശരീരത്തിലും ഇല്ല ഈ ശ്വാസം. സ്നേഹിച്ചല്ലോ. പക്ഷെ യൂദാ പോയില്ലേ? പോട്ടെ, വേറെ എത്രയോ പേര് ഇവിടെ ഉണ്ട്. ഇവരെല്ലാം പോയവരില്ലേ? ഇവരെല്ലാം മാതാവിൻ്റെ മക്കളല്ലേ? ഈ ചോദ്യം ഞാൻ ചോദിച്ചു, എനിക്ക് വളരെ വ്യക്തമായിട്ടൊരു മറുപടി കിട്ടി. എന്താണെന്നറിയോ? കർത്താവ് മറുപടി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അവനെ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അവനെ ഞാൻ തിരഞ്ഞെടുക്കുന്നതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടു, അത്രയേ ഉള്ളൂ. എനിക്ക് അവനെ ഇഷ്ടമാണ്. അവൻ്റെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമാണെങ്കിൽ ഇവനെക്കാട്ടി വിദ്യാഭ്യാസമുള്ളവരുണ്ട്. കുടുംബ മഹിമയാണെങ്കിൽ ഇവൻ്റെ കുടുംബത്തിൽ തന്നെയുണ്ട് ഇവനെക്കാട്ടി മഹിമയുള്ളവർ. സൗന്ദര്യമാണെങ്കിൽ ഇവൻ്റെ കുടുംബത്തിൽ തന്നെയുണ്ട് ഇവനെക്കാട്ടി സൗന്ദര്യം. സ്വത്തിനാണെങ്കിൽ ഇവനെക്കാട്ടി കഴിവും ദൈവസന്നിധി സമർപ്പണമുള്ളവരും ഭക്തനുമായിട്ടുള്ള ആളുകളുണ്ട്. എനിക്ക് അവരെ എടുക്കാമായിരുന്നു. യവനെ ഞാനെടുത്ത എനിക്കൊരു കാരണമൊന്നും, എനിക്ക് ഇവനെ ഇഷ്ടപ്പെട്ടത്രേ ഉള്ളൂ. എനിക്ക് കാരണമൊന്നുമില്ല, ഒരു കാരണവുമില്ല. അപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ, ദൈവം സകല മനുഷ്യരെയും സ്നേഹിക്കുന്നില്ല? സകല മനുഷ്യരെയും ദൈവം വീണ്ടെടുത്തല്ലേ? സകല മനുഷ്യരെയും വീണ്ടെടുത്തു എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണെന്നറിയോ? അതൊക്കെ പറയുമ്പോൾ സമയം പോകും. യേശുക്രിസ്തു സകല മനുഷ്യൻ്റെയും പാപം പരിഹരിച്ചു. ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിച്ച ദൈവ കുഞ്ഞാട്. ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുക എന്ന് പറഞ്ഞാൽ ലോകം പാപത്തിലായതെങ്ങനെയാണ്? ആദമിൻ്റെ പാപം നിമിത്തം. ഏകൻ്റെ ലംഘനത്താൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ നിന്ന്. അപ്പം ആദം ചെയ്ത പാപത്തിൻ്റെ പ്രായശ്ചിത്തമാണ് യേശു ക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ചത്. ആദം ചെയ്ത പാപത്തിൻ്റെ പ്രായശ്ചിത്തം യേശു ക്രൂശിൽ നിവർത്തിച്ചത് എന്തിനാണ്? ക്ഷമിച്ചാൽ പോരാ. അതിന് കാരണം ഈ തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണം. യേശു എന്തിനാണ് ശിക്ഷ ഏറ്റെടുത്തത്? ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദത്തെ വിളിച്ചു. ആദം ഉടനെ പറഞ്ഞു, ആദം പഴം പറിച്ച് തിന്നു, തെറ്റിപ്പോയി. എന്നിട്ട് ആദം അതിൻ്റെ ആരോപണം ആരുടെ മേൽ കൊണ്ടുവച്ചെന്നറിയോ? ഹവ്വയുടെ മേലല്ല, അല്ലോ. അത് നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുന്നത്. ആദം ദൈവത്തിന്റെ മണ്ടയ്ക്കാ കുറ്റം വെച്ചത്. നീ കൂട്ടനായി തന്നോളൂ, നീയാ കാരണക്കാരൻ, നീ കൂട്ടനായി തന്നോളൂ അതിനെ തെറ്റിച്ച്. അപ്പൊ ആദം ആരോപണം കുറ്റം ആരുടെ മണ്ടയ്ക്ക് വെച്ചു? അപ്പൊ ഇനി ദൈവത്തിന്റെ നീതി തന്നെ, കുറ്റം ചെയ്തവൻ ശിക്ഷിക്കപ്പെടണേ. ഓക്കെ, കർത്താവ് അത് ഏറ്റെടുക്കുക. യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയ പാപം ഏറ്റെടുക്കുക. അപ്പൊ യേശു ക്രിസ്തു ക്രൂശിൽ ഏറ്റെടുത്തത്. അതെ, ഞാൻ അതെൻ്റെ ഭാഷ്യമാണ്. ദൈവം ആരോപിച്ചു. എന്തായാലും വേദപുസ്തകം പറഞ്ഞു ഏകൻ്റെ ലംഘനത്താൽ ഒരു മരണമുണ്ടായി. അല്ലെങ്കിൽ ആദാമിൻ്റെ പാപത്തിൻ്റെ ശിക്ഷ യേശു ഏറ്റെടുക്കുക. ആദം ഒരാരോപണം ഉന്നയിച്ചതാണെങ്കിൽ അവിടെയും ദൈവത്തിൻ്റെ നീതിയാണ് വെളിപ്പെടുന്നത്. അവിടെ യേശു ക്രിസ്തു ക്രൂശ് മരിക്കുക. ക്രൂശ് മരിക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? ആദമിൻ്റെ പാപത്തിന് പരിഹാരമായി. ആദത്തിൻ്റെ പാപത്തിൻ്റെ പ്രായശ്ചിത്തം യേശു ക്രിസ്തു നടത്തി പാപമോചനം നടത്തുമ്പോൾ ആ പാപമോചനത്തിൻ്റെ ഗുണഭോക്താക്കൾ ഭൂമിയിലെ സകല മനുഷ്യരുമാണ്. ഇവൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചില്ല എങ്കിൽ പോലും അവനവൻ്റെ ഗുണഭോക്താവാണ്. ആദമിൻ്റെ ലംഘനത്തിനാണല്ലോ പാരിവരുണ്ടാക്കി. അത് വിശ്വസിക്കുന്നവർ, അത് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ആ പാപം പരിഹരിച്ചു. ദൈവം അത് ഏറ്റെടുത്തു, പാപം പരിഹരിച്ചു. ഇനി അടുത്ത വിഷയം, ദൈവം അത് പരിഹരിച്ചു, അത് യേശു ക്രിസ്തു അത് പരിഹരിച്ചു. ഇത് വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വരാൻ മനസ്സുള്ളവർക്ക് ഒരു പ്രത്യേക അനുഗ്രഹം വേറെയാണ്. യേശു ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിച്ചു. അതായത് ആദം നിമിത്തം ഞാൻ ദൈവ തേജസ് നഷ്ടപ്പെട്ടു. ദൈവത്തോട് എനിക്ക് ഏത് മനുഷ്യനും ഇപ്പോൾ ദൈവത്തെ കയറി ദൈവമെന്ന് വിളിക്കാം, ആർക്കും അടുത്തില്ല. അതുകൊണ്ടാണോ പറയുന്നത് വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ? അല്ലല്ല, അത് രണ്ടാമത്തെ വീട്. അത് മക്കളാകുന്ന കാര്യം പറഞ്ഞു. ഇതിപ്പോൾ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു കഴിയുമ്പോൾ മനുഷ്യവർഗത്തെ ദൈവത്തോട് നിരപ്പിച്ചു. ഇപ്പോൾ ആർക്കും ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലാം, ആർക്കും ചെല്ലാം. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷമാണ് ഏത് മനുഷ്യർക്കും ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ചെല്ലാൻ പറ്റത്തില്ല. ഓക്കെ, പക്ഷെ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നാലും ചെന്നില്ലെങ്കിലും ഇവൻ്റെ പാപം ക്ഷമിച്ചു. ഇനി അടുത്ത വിഷയം, ഈ യേശുക്രിസ്തുവിനെ വിശ്വസിക്കാൻ, ഇതാണ് സുവിശേഷം. ഇത് എല്ലാവരും ഒന്നാക്കുകയാണ്. ഈ സുവിശേഷം വിശ്വസിക്കാൻ തയ്യാറായി ഈ യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ യേശുവിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് യേശുവിനെ കൈക്കൊള്ളാൻ തയ്യാറായി. യേശുവിൻ്റെ പാപം പരിഹരിച്ചു, എന്നെ വിമുക്തനാക്കി, 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, ഇല്ലേ? അതിലൊരുത്തൻ തിരിച്ചു വന്നു. ആ തിരിച്ചു വന്നവന് ദൈവം
അനുഗ്രഹിച്ചൊരു വാക്ക് പറയുന്നുണ്ട് ഇല്ലേ? ബാക്കി 9 വരെ അങ്ങ് പോയില്ലേ? ലോകത്തിൻ്റെ മുഴുവൻ പാപവും പരിഹരിച്ചു. ഇതിലാരൊക്കെയാണോ യേശുവിൻ്റെ അടുക്ക വരാൻ ആഗ്രഹിക്കുന്നത്, ഈ സുവിശേഷം വിശ്വസിച്ചിട്ട് യേശുവേ എനിക്ക് അങ്ങയെ വേണം എന്ന് പറഞ്ഞ് യേശുവിനെ വിശ്വസിക്കാൻ വരുന്നത്, അവനൊരു പ്രിവിലേജ് ഉണ്ട്. എന്നറിയോ? എന്താണോ യേശുവിന് പിതാവിൻ്റെ അടുക്കലുള്ള അവകാശം, ആ അവകാശം ഇവന് കൊടുക്കുക. അതായത് ഇവനും ഇനിയും ദൈവത്തിൻ്റെ മകന്. ഇനി ഇവൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമേന്ന് വിളിക്കണ്ട, ആരുടെയും കെയർ ഓഫ് വെച്ച് വിളിക്കണ്ട, സ്വർഗസ്നേഹായ ഞങ്ങളുടെ പിതാവേ എന്ന് നേരിട്ട് വിളിക്കാം. കാരണം മകനായി. ഈ മകനായി കഴിഞ്ഞിട്ട് ബലഹീനത വരാൻ മുമ്പേ പറഞ്ഞ പോലെ അപ്പോൾ ശിക്ഷ ഉണ്ടാകാം. ഓക്കെ, അപ്പം ഇങ്ങനെ ദൈവ മക്കളായി തീരാൻ മനസ്സില്ലാതെ പോകുന്നൊരു കൂട്ടരുണ്ട്. വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ്റെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ വെളിച്ചത്തേക്കാൾ അധികമായി ഇരുളിനെ സ്നേഹിച്ചതാണ് ന്യായവിധി. അവർക്ക് ന്യായവിധിയുണ്ട്. ഇവനിപ്പോൾ ന്യായവിധി ഉള്ളത് ആദമിൻ്റെ ലംഘനത്തിനല്ല, ഇവൻ യേശുവിനെ സ്വീകരിക്കാത്തതിൻ്റെ പേരില്ല. ഈ സുവിശേഷം നടന്നിട്ടും ഈ യേശുവിനെ നിരാകരിച്ചു പോയി. അവൻ്റെ പ്രവൃത്തി ദോഷമുള്ളതാക്കി ഇങ്ങോട്ട് വരാനോ താല്പര്യമില്ല. അതാണ് അവനുള്ള ന്യായവിധി. എന്നാൽ ഞാൻ ഈ യേശുവിനെ സ്വീകരിക്കുന്നു. അപ്പോൾ 2 കാര്യം: 1, ക്രിസ്തു യേശുവിലായതോടുകൂടി ശിക്ഷാവിധിയില്ല. 2, എനിക്ക് മകനാകാം. മകനായി കഴിയുമ്പം അവൻ മകനല്ല, അവൻ ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. അതെല്ലാം സാധിച്ച് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ അവൻ ജീവിച്ച പോലെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഞാനത് അങ്ങനെ പോയാൽ എനിക്ക് ബാലശിക്ഷയുണ്ട്, എനിക്ക് ഉപദേഷ്ടാക്കന്മാരെ വെച്ചിട്ടുണ്ട്, ശാസനയുണ്ട്, തിരുത്തലുണ്ട്. ഇതൊന്നും കൂട്ടാക്കാതെ പോയാൽ ജഡസംഹാരമുണ്ട്. അപ്പം ഞാൻ ജഡസംഹാരത്തിൽ ഏർക്കപ്പെടുമ്പോൾ വിധിക്കാൻ ഒരു കൂട്ടരവിടെ കാണും. ഇപ്പം ഇയ്യോബിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായപ്പോൾ വിധിക്കാൻ കൂട്ടുകാർ തന്നെ വന്ന് വിധിച്ചില്ലേ? അത് സ്വാഭാവികമായിട്ട് ഇവിടെ ഉണ്ടാകും. അവർ വിധിക്കുന്നതല്ലല്ലോ എൻ്റെ വിധി. അപ്പം എൻ്റെ ജീവിതത്തിൽ ശിക്ഷ വന്നാൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. നീ ദൈവകൃപയിൽ നിന്നിട്ട് നീ വഴിതെറ്റിപ്പോയി, പ്രപഞ്ചമോഹം കയറി, നിൻ്റെ മനസ്സാക്ഷിക്കകത്ത് നീ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞോ ഇല്ലയോ എന്ന് പറയാൻ ഞങ്ങൾക്ക് ആർക്കും പറ്റത്തില്ല. ഒരു പാസ്റ്റർക്കും പറ്റത്തില്ല. പിന്മാറ്റത്തിലാണെന്ന് ഒരാൾ പിന്മാറിയോ ഇല്ലയോ എന്ന് പറയാനായിട്ട് അത്രേ പറയത്തുള്ളൂ. വേറെ ആർക്കും പറ്റത്തില്ല പിന്മാറിയോ ഇല്ലയോ എന്ന് പറയാനായിട്ട്. പുറമേ കണ്ടിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. ഈ വന്നിരുന്ന് കൈയടിക്കുകയും ബേളമൊക്കെ ചെയ്യുകയും അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നായിരിക്കും ഇരിക്കുന്നത്. ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ അകന്നിരിക്കുമ്പോൾ ഇപ്പം ശമരിയാക്കാരൻ്റെ ഒക്കെ കാര്യം നമുക്കറിയാം. പുരോഹിതനും ലേവ്യനും ഒക്കെ ഒരു വഴി യാത്രയിൽ കൊള്ളയടിക്കപ്പെട്ട ശമരിയനെ അല്ല ഒരു കച്ചവടക്കാരനെ നോക്കാതെ തിരിഞ്ഞു പോയൊരു രംഗമുണ്ട്. അവിടെ ഒരു പ്രമാണമില്ലാത്ത ശമരിയൻ വന്ന് ഇവനെ എടുത്തുകൊണ്ട് പോയി ശുശ്രൂഷിക്കുന്നുണ്ട്. അവിടെ കർത്താവ് പറഞ്ഞു, ഇതിൽ ആരാ നല്ല സ്നേഹിതൻ? സ്നേഹം കരുണ കാണിച്ചവൻ. അപ്പം ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കൂട്ടായ്മയ്ക്കകത്ത് ഒരാൾ വരുന്നില്ലെന്നോ, അല്ലെങ്കിൽ അത് നിമിത്തം അയാൾക്ക് അസുഖം വന്നെന്നോ, അല്ലെങ്കിൽ അസുഖം വന്നിട്ട് അയാൾ ചത്തുപോയെന്നോ, അല്ലെങ്കിൽ അയാളുടെ വീട്ടിൽ മരണം ഇങ്ങനെ തുടർച്ചയായിട്ട് വരുന്നെന്നോ, അല്ലെങ്കിൽ രോഗങ്ങൾ ഇങ്ങനെ വിട്ടുമാറാതെ നിൽക്കുന്നതൊക്കെ ശാപമാണ് എന്നൊക്കെ പറയുന്നിടത്തോളം വലിയ വങ്കത്തരം വേറെയില്ല. അത് പറയാൻ കഴിയും, അനേക കഷ്ടങ്ങളിലൂടെയാണ് ദൈവരാജ്യത്തിൽ കടക്കാൻ പോകുന്നത്. അപ്പോൾ അനേക കഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതം. ഞാനിനി ഒരു കാര്യം കൂടി പറയാം, അതുകൂടെ പറഞ്ഞ് ഞാൻ ഈ ചോദ്യത്തിനൊരു ഉത്തരം കൺക്ലൂഡ് ചെയ്യാം. ഈ അടുത്ത സമയത്ത് കണ്ടൊരു കാഴ്ചയാണ്. ഒരിക്കലും ഒരു സഹോദരിയുടെ ഭർത്താവ് മരിച്ചുപോയി. വിശ്വാസിയാണ്. മരിച്ചു പോയപ്പോഴത്തെ സഹോദരി ഭയങ്കരമായിട്ട് ബഹളം വെച്ചിട്ട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഭർത്താവ് ഇപ്പോൾ ഉയർക്കാൻ പോകും, എല്ലാവരും കൂടെ എണ്ണീറ്റ് നിന്ന് ഇപ്പോൾ പ്രാർത്ഥിച്ച് ഉയർക്കാൻ പോകും. ഭയങ്കര ഷോ ആയിരുന്നു. അത് ഒത്തിരി വൈറലായി ആ സംഭവം. പിന്നീട് അത് കഴിഞ്ഞപ്പോൾ വേറൊരു സഹോദരൻ്റെ അമ്മ മരിച്ച സമയത്തും ആ സഹോദരനും ഇതുപോലെ തന്നെ പറഞ്ഞു, ഇപ്പോൾ ഉയർക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായെന്നറിയോ, ഇവർക്കാർക്കും മരിക്കാൻ താല്പര്യമില്ല. ഇവർക്ക് വേണ്ടപ്പെട്ടവരും മരിക്കാൻ പാടില്ല. അതിൻ്റെ അർത്ഥം മരണത്തെ ഇവർ ഭയപ്പെടുന്നതാണ്. വാസ്തവത്തിലും ഭക്തനല്ലാത്തതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത്. ഭക്തനെ സംബന്ധിച്ചോളം മരണം അനുഗ്രഹം. പൗലോസ് പറഞ്ഞ് വിട്ടുപിരിഞ്ഞ് കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന തയ്യാറാണ്. അപ്പോൾ ശരിക്കും ഭക്തനാണെങ്കിൽ മരണം അവൻ്റെ മുമ്പിൽ ഒരു വിഷയമല്ല. മരണമേ നിൻ്റെ ജയം എവിടെ നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഭക്തരായിരിക്കുന്നവർ മരണത്തെ ഭയപ്പെടുന്നെങ്കിൽ ഈ അകത്ത് വന്ന് ഭയങ്കരമായിട്ട് പാട്ടും പാടി ഒരുപാട് അനുഗ്രഹം കിട്ടിയെന്നൊക്കെ പറയുന്ന ഒരു മരണത്തെ പാടുന്നുണ്ടല്ലോ, തേജസ്സിലേശുവിൻ പൊന്മുഖം കാണാൻ. എന്നിട്ട് കാണാനുള്ള ആഗ്രഹമാണോ? ബർത്ത്ഡേ ആഘോഷിക്കുക, 99 വയസ്സ് കഴിഞ്ഞിട്ടും ബർത്ത്ഡേ ആഘോഷിക്കുക, ഒരു വയസ്സും കൂടെ നീട്ടി കിട്ടിയതിൽ സന്തോഷം ആഘോഷിക്കുക ഇല്ല. അപ്പോൾ പിന്നെ ആരാ ഭക്തൻ, ആരാ അവിടെ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആരെയും വിധിക്കാൻ പറ്റില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, യേശുക്രിസ്തുവിൽ സമർപ്പിക്കപ്പെട്ടൊരു വ്യക്തി, മകനായൊരു വ്യക്തി ജീവിതത്തിൽ ബലഹീനത വരാം. ദൈവം അത് പല വിധത്തിൽ അവനെ നന്നാക്കാൻ നോക്കും, ഉപദേശിക്കും. അതിനാണ് ഉപദേഷ്ടാക്കന്മാരെ വെച്ചിരിക്കുന്നത്. ശാസിക്കും, ബാലശിക്ഷ കൊടുക്കും. ഇനി ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ അവനെ ജഡസംഹാരത്തിന് ഏൽപ്പിക്കും. ദൂഷണം പറയാതിരിക്കേണ്ടതിന് സാത്താനെ ഏൽപ്പിക്കുന്ന പരിപാടിയുണ്ട്. ജഡസംഹാരം കർത്താവിൻ്റെ നാളിൽ ആത്മാവ് രക്ഷിക്കപ്പെടുന്ന ഇങ്ങനെ വിവിധ പ്രോസസ്സുണ്ട്. അത് ആ സാത്താനെ ഏൽപ്പിച്ചിട്ടാണെങ്കിലും കർത്താവ് അത് ചെയ്യും. അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിലും അവൻ കർത്താവിൻ്റെ പൈതലാണ്. അവനെ വിധിക്കാൻ നമുക്ക് അവകാശമില്ല. കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് തെളിയാണ്. ഇനി കർത്താവ് കൈവിട്ടു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നീ വെച്ചടി കയറ്റമാണെങ്കിൽ, ആഗ്രഹങ്ങളെല്ലാം സാധിച്ച് കിട്ടുകയാണെങ്കിൽ നീ ഒന്ന് സൂക്ഷിച്ചോ, കൈവിട്ടതാകാനാണ് സാധ്യത. അപ്പോൾ പറഞ്ഞതെന്ന് മനസ്സിലാക്കുന്നത്, മനുഷ്യർക്ക് നടപ്പല്ലാത്തതോ ഒരു പരീക്ഷയും ദൈവം നമുക്ക് തന്നിട്ടില്ല.
അപ്പം നീതിമാന്മാരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും മഞ്ഞും മഴ അയക്കുന്നുണ്ട്. ഈ ലോകത്തിലുള്ള സകല കഷ്ടതയാണേലും സന്തോഷമാണേലും എല്ലാം എല്ലാവർക്കും ഉള്ളതാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു മുഖ്യമന്ത്രി, പേരൊന്നും പറയുന്നില്ല, അദ്ദേഹത്തിന് ഇപ്പോൾ ഏതാണ്ട് 100 വയസ്സിന് മേളിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതെ, ഭക്തനല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ സാക്ഷി അറിയോ? അദ്ദേഹം ദൈവവിശ്വാസം നഷ്ടപ്പെടുത്തി, അദ്ദേഹം ദൈവവിശ്വാസം ഉപേക്ഷിച്ചെന്ന് പറയുന്നൊരു കാരണമുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മ കുഞ്ഞു പ്രായത്തിൽ വയ്യാതെ കിടക്കുക. ഈ അമ്മയുടെ രോഗം മാറാൻ ഇയാൾ ഒത്തിരി ദൈവത്തെ വിളിച്ചു, പക്ഷേ അമ്മ മരിച്ചുപോയി. അതുകൊണ്ട് അന്ന് ദൈവവിശ്വാസം വിട്ടു. ദൈവവിശ്വാസം തള്ളി പറഞ്ഞവൻ 100 വയസ്സിലും ഇരിക്കുന്നു. അപ്പം ഇവിടുത്തേതല്ല. അപ്പോൾ പിന്നെ ഇവരെങ്ങനെ വിധിക്കും? അവിടെയൊക്കെയാണ് ഈ പ്രശ്നം കിടക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരാളെയും വിധിക്കാൻ അവകാശമില്ല. ഈ ഭൂമിയിൽ പ്രത്യാശ വയ്ക്കുന്നെങ്കിൽ സകല മനുഷ്യരുടെ ഭൂമിയിൽ ആയുസ് നീട്ടി കിട്ടുന്നതാണ് അനുഗ്രഹം എന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്, അവർ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നിപ്പം അച്ചാച്ചൻ വന്ന് അച്ചാച്ചനെ കണ്ടതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ പെങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഇനിയും ഉണ്ടാവും, എനിക്കറിയാം. കാരണം വേദപുസ്തകം വായിക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഏത് വ്യക്തിക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിനക്ക് ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ നിനക്ക് ചോദിക്കാം. കൃപയിൽ ആശ്രയിച്ച് എനിക്ക് കിട്ടിയ അനുസരിച്ചുള്ള ഉത്തരം തരാൻ ഞാനും തയ്യാറാണ്. കാരണം ഞാനും ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തിട്ടുള്ളത്. നമ്മുടെ ഏത് ചോദ്യങ്ങൾക്കും ഉത്തരം തരാൻ നമ്മുടെ കർത്താവ് തയ്യാറാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഞാനും തയ്യാറായിരിക്കും. ഇനിയും നിനക്ക് ചോദിക്കാം, ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ ഞാൻ ഇനിയും തയ്യാറാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും.